Hi dears, welcome back to our family. അപ്പം രാവിലെ ഇപ്പം 7:30 ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ ഹോസ്പിറ്റൽ ഡേ ആണ്, ചെക്കപ്പ് ഡേ ആണ്. ആക്ച്വലി ഇന്ന് 7ാം മാസത്തിലെ സ്കാനിങ് ഉണ്ടല്ലോ, അതിൻ്റെ ഡേ ആണ്. ബട്ട് എനിക്ക് 7ാം മാസത്തിൽ അവർ സ്കാനിങ്ങിന് എഴുതി തന്നു, പക്ഷെ ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് 8ാം മാസം സ്റ്റാർട്ടായപ്പോഴാണ്. 7 റണ്ണിങ് തന്നെയാണ്, 8 കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. സോ 7 റണ്ണിങ് തന്നെയാണ്. അപ്പം ഹോസ്പിറ്റലിൽ പോകണം. രാവിലെ തന്നെ ഞാൻ കുറച്ച് തത്രപ്പാടിലാണ്. എന്നാണ് ഞാൻ കാണിച്ചു തരാമേ, കണ്ട കാണിച്ചു തരാം. കുറച്ച് ഐറ്റംസ് ഒക്കെ എനിക്കിന്ന് 2 കൊറിയർ അയക്കണം. നോർമലി നമ്മൾ വീട്ടിൽ നിന്ന് ഞാൻ അങ്ങനെ പുറത്ത് പോകാറില്ല, വല്ലപ്പോഴും അങ്ങനെ എന്തിനേലും പോകാറുള്ളൂ. ഗോഗോ ഉണ്ടെങ്കിൽ പിന്നെ ഫുൾ ടൈം പുറത്താണ്, വീട്ടിലതിരിക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതെൻ്റെ താലീൻ്റെ ചരടാണ്. ഞാനൊരു കുട്ടീനെ കൊണ്ടിട്ട് റെസിൻ ആർട്ട് ചെയ്യിപ്പിച്ചതാണ്. ബട്ട് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. അപ്പം റെസിനാർട്ട് ചെയ്യാൻ കൊടുത്തതാണ്. ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ടിട്ട് ഞാൻ വേറൊരു കുട്ടീനെ കോൺടാക്ട് ചെയ്തപ്പോൾ ആ കുട്ടി എന്നെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അത് കോഴിക്കോടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് ഇത് അയച്ചു കൊടുക്കണം. പിന്നെ ഇത് കണ്ടോ, ഇത് ഞാൻ യൂസ് ചെയ്യുന്ന സിന്ദൂരമാണ്. ഇത് ഗോകുവിൻ്റെ ചേട്ടൻ്റെ വൈഫുണ്ട്, ലൈക്ക് ഗോകുവിൻ്റെ കസിൻ്റെ വൈഫുണ്ട്, അവൾക്ക് അയച്ചു കൊടുക്കാനാണ്, കണ്ണൂർക്ക് അയച്ചു കൊടുക്കാൻ. അപ്പോൾ കോഴിക്കോടേക്കും കണ്ണൂർക്കും കൊറിയർ ചെയ്യാനുണ്ട്. ബട്ട് ഞാനൊരു വലിയ പാക്കറ്റിലാണ് ഈ കുട്ടി സിന്ദൂരം എടുത്ത് വെച്ചത്. കാര്യം അവർക്കൊരു മോളുണ്ട് കേട്ടോ, ഷമിൽ എന്നാണ് ചേട്ടൻ്റെ പേര്, അവളുടെ പേര് അശ്വതി. അപ്പം അവർക്കൊരു മോളുണ്ട്. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, ബട്ട് അവർക്കൊന്നും കൊടുക്കാൻ ഇതുവരെ പറ്റില്ല. സോ എന്തായാലും ഇത് അയക്കുന്നുണ്ട്. ഒരു കൊറിയർ പോവുകയാണല്ലോ, ഒരു കൊറിയർ ഫീസിൽ തന്നെ 2 പോട്ടെന്ന് വെച്ചിട്ട് അവൾക്കുള്ള കുറച്ച് ഗിഫ്റ്റ്സ് വെച്ചിട്ടുണ്ട്, കുറച്ച് 2 ഐറ്റം വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിന്ദൂരം അയക്കണം. അവൾക്ക് സിന്ദൂരം ഇടുമ്പം അലർജി ഉണ്ട്. സോ അതുകൊണ്ടിട്ട് അവൾക്ക് സിന്ദൂരം ഇടാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഈ കട്ടിക്ക് വാരി പൂശുന്നുണ്ടില്ല, പക്ഷേ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നോട് ചോദിച്ച് അയക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അതെടുത്ത് അയച്ചു കൊടുക്കണം. ഇന്ന് പോണ വഴിക്ക് അതും കൂടെ ചെയ്യണം. അത്രയേ ഉള്ളൂ. പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ നമുക്കെന്താ, ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ആദ്യം ഞാൻ ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് ഇറങ്ങട്ടെ. കാശിനെ കിടത്ത് ഉറക്കിയിട്ട് പോകാമെന്ന് ചോദിച്ചാൽ കാശ് എണീറ്റ് 500 വെച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പക്ഷേ ഞാൻ ഒരു പരുവാണ്. കാശ് എണീറ്റ് വാക്സിൻ എടുത്തതിന് വേദന ഇതുവരെ മാറിയിട്ടില്ല. മോനുള്ള പാല് കാച്ചി വെച്ചിട്ടുണ്ട്. നിൽക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ നിർത്തിയിട്ട് പോയാന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വലയും. എന്തോ എണീച്ചിട്ടുണ്ട്. എരിയ പെണ്ണ അമ്മാമ്മ ഉള്ളതുകൊണ്ട് അമ്മമ്മയുടെ കൂടെ നിന്നോളും. എനിക്ക് അറിയത്തില്ല, ഗാനങ്ങളൊക്കെ ഉണ്ടായിരുന്ന കുഴപ്പമില്ലായിരുന്നു. സാധാരണ ഈ സമയത്ത് എണീക്കുന്നതല്ല, ഇന്ന് നേരത്തെ എണീറ്റ്. ഈ തട്ടിട്ടുകൊണ്ടിരിക്കുന്ന കുട്ടി നമ്മുടെ ദേവിയാണ് കേട്ടോ. ആരോ ഇന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അനീത്തിനെ വീഡിയോയ്ക്കകത്തൊക്കെ മിസ് ചെയ്യുന്നത്. അവൾ പഠിക്കാൻ പോകുന്നുണ്ട്, അതുകൊണ്ടിട്ടാണ് കാണാത്തത്. ആക്ച്വലി ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആദ്യം ഒറ്റയ്ക്ക് പോകാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. കാശിനെ വീട്ടിൽ അമ്മാമ്മേനെ ഏൽപ്പിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചേക്കുമായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു അവളും വരാം, അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹോസ്പിറ്റൽ കേസ് കഴിഞ്ഞിട്ട് അവൾ പൊക്കോളാം എന്ന് പറഞ്ഞു. ആയിരുന്നു ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തലയിൽ തട്ടിട്ടുകൊണ്ടിരിക്കുന്നത്, മുടി പറക്കാതിരിക്കാനാണ് ആ തട്ട ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു ATM കയറിയിട്ടുണ്ടായിരുന്നു. കാര്യം ഞാൻ ക്യാഷ് എടുത്ത് കയ്യിൽ വെക്കാം ഹോസ്പിറ്റലിൽ, അഥവാ ATM
ഗൂഗിൾ പേ എടുത്തില്ലെങ്കിലോ എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ മാം ചോദിക്കും, ഏത് നൂറ്റാണ്ടിലാണ് 2025 ആയില്ലേ, ബസ് കയറിയില്ലെന്നൊക്കെ ചോദിച്ച് കളിയാക്കി. അവിടെ ഗൂഗിൾ പേ ഉണ്ട്, ഞാനാരായി. അവിടെ ചെന്ന് ടോക്കൺ എടുത്തപ്പോൾ തന്നെ എനിക്ക് 23ാമത്തെ ടോക്കൺ കിട്ടി, പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ ദേവീനെ ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ അവളുടെ കോളേജിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഞാനൊരു ബസ്സിലാണ് കേട്ടോ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഓർമ്മകളൊക്കെ ആയിരുന്നു ബസ്സിൽ പോകുമ്പോൾ. കാര്യം കുറേ നാളായി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാനങ്ങനെ ബസ്സിൽ പോകാറില്ല, എപ്പോഴും ഗോകുവിൻ്റെ കൂടെ അല്ലെങ്കിൽ ഓട്ടോയിലൊക്കെ ആയിരുന്നു പോകാറുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ബസ് കിട്ടിയപ്പോൾ അതിനകത്ത് കയറിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ശ്രീ ശിവൻ എന്ന് പറഞ്ഞിട്ടുള്ള ബസ്സാണ്. ഇതിപ്പോൾ കടവൂർ പാലത്തിനടുത്തെത്തി. നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ എത്തുമ്പോൾ. ഇതെനിക്ക് ഈ ബസ്സിൽ കയറുമ്പോൾ ഉള്ള ഓർമ്മ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോളേജിൽ പഠിക്കുമ്പം പിന്നെ അത് കണക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലൊക്കെ ഉള്ള ആ ഒരു മെമ്മറീസൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, വയറൊക്കെ വെച്ചുകൊണ്ട് വണ്ടി കയറുമ്പോൾ എന്താവും. പക്ഷേ ആളും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലാതെ സ്മൂത്തായിട്ട് എനിക്ക് എത്താൻ പറ്റും. പിന്നെ ഞാൻ അഞ്ചാലമൂട്ടിൽ ഇറങ്ങിയിട്ട് എനിക്ക് കൊറിയർ 2 വിടാനുണ്ടെന്ന് ഞാൻ രാവിലെ പറഞ്ഞല്ലോ. അപ്പം അത് 2 അയച്ചു. മറ്റന്നാൾ എന്തോ കിട്ടുമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്, ചിലപ്പം നാളെ കിട്ടുമായിരിക്കും. പിന്നെ ഞാൻ അവിടെ കൊല്ലത്തുനിന്ന് സ്ട്രോബെറി മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി കേട്ടോ, ബസ് വരുന്ന തിരക്കിലായിപ്പോയി. ബേബിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറി, അതുകൊണ്ടിട്ട്. കോമഡിയാണ് ഇപ്പോഴത്തെ വാർത്തയൊക്കെ. വാർത്തയിൽ കൊല്ലത്ത് കഞ്ചാവ് കൃഷി ഓച്ചിറയിൽ, എന്തൊക്കെയാണല്ലേ കാലം പോയ പോക്ക്. എനിക്ക് സ്കാനിങ് റിപ്പോർട്ട് കിട്ടി. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ, പെട്ടെന്ന് കഴിഞ്ഞു. 8 മണിയാകുമ്പോഴേ ഇവിടുന്ന് പോയത്. 8:15 8:20 ആയപ്പോൾ അവിടെ എത്തി. പിന്നെ എത്തിയിട്ട് പിന്നെ എന്തുവാ പെട്ടെന്ന് തന്നെ ടോക്കൺ എടുത്ത് പേയ്മെൻറ്റ് ചെയ്ത് 600 രൂപ എന്തോ ആയിരുന്നു സ്കാനിങ്ങിന്. പേയ്മെൻറ്റും ചെയ്തിട്ട് ഉള്ളിൽ പോയപ്പോൾ തന്നെ എനിക്ക് 23ാമത്തെ ടോക്കൺ കിട്ടി. ചിലപ്പോൾ 18ാമത്തെ ആളാണ്ട് കയറിക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് കഴിഞ്ഞതിൻ്റെ അകത്ത് എനിക്ക് ചെറിയൊരു ഇത് FHR വന്നത് 145 നോർമലി 140 മുകളിലോട്ടാണ് ഗേൾ ബേബി ആണെന്നാണ് പറയുന്നത്. എനിക്ക് അറിയത്തില്ല, കാശിയുടെ സമയത്ത് ഞാൻ FHR അങ്ങനെ നോക്കിയിട്ടില്ല കേട്ടോ. പിന്നെ വെയിറ്റ് 1365 ഉണ്ട്. പക്ഷേ ഒരു 199 ഗ്രാമിൻ്റെ കുറവ് വീക്സ് വെച്ചിട്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കൊരു ഡൗട്ട്, ഇനിയിപ്പോൾ ഡോക്ടറെ കണ്ട് കൺഫേം ചെയ്താലേ എനിക്കത് ക്ലിയർ ആവുള്ളൂ. അതുവരെ എനിക്ക് ടെൻഷനായിരിക്കും. ഞാൻ ഇത് പിന്നെ എൻ്റെ ചേട്ടത്തിക്ക് ഇട്ട് കൊടുത്ത്, പിന്നെ അറിയാവുന്നൊരു ചേച്ചിയുണ്ട്, ചേച്ചിക്ക് ഇട്ട് കൊടുത്ത്, എൻ്റെ ചേട്ടത്തിയുടെ നാത്തൂൻ, അതായത് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് നേഴ്സാണ്. അപ്പോൾ ആ ചേച്ചിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സംഭവിച്ചു കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് കണ്ടോ, എനിക്ക് LMB വെച്ചിട്ട് കുഞ്ഞിൻ്റെ ആ ഒരു വീക്സ് നോക്കുമ്പോൾ 31 വീക്സ് ആയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഡേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് മെയ് 20 ഡേറ്റ് കൊടുത്തേക്കുന്നത്. പഴയ സ്കാനിങ്ങിലൊക്കെ കറക്റ്റ് കൺഫേം അങ്ങനെ 20-ാം തീയതി ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കറണ്ട് ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വീക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 29 വീക്സാണ് കാണിക്കുന്നത്, സ്കാനിങ്ങിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരു നമ്മൾ LMB വെച്ചിട്ടൊരു 2 വീക്സിൻ്റെ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ. കാശിൻ്റെ സമയത്തും അങ്ങനെ ഉണ്ടായിരുന്നു. കാശിൻ്റെ സമയത്ത് എനിക്ക് 1 വീക്ക് ഡിഫറൻസ് ഉള്ളായിരുന്നു. ഇത് ഒരു 2 വീക്സോളമുള്ള ഡിഫറൻസ് ഉള്ളതുകൊണ്ടിട്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് ഡേറ്റ് വന്നേക്കുന്നത് ജൂൺ 6-ാം തീയതിയാണ്. ജൂൺ 2-ാം തീയതിയാണ്. അപ്പം മെയ് ലാസ്റ്റ് ഒരു മെയ് 20-25 ആ ഒരു ഡേറ്റിനകത്തൊക്കെ കാണുമെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് കൺഫേം ആയിട്ട് ഡേറ്റൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അടുത്ത മാസം 9-ാം മാസം ഒരു സ്കാനിങ് ഉണ്ടല്ലോ, അന്നേരമായിരിക്കും കറക്റ്റ് ഡേറ്റ് അറിയുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കൊടുത്തേക്കെന്ന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ 2-ാം തീയതിയാണ് കൊടുത്തേക്കുന്നത്. കുഞ്ഞിൻ്റെ ഈ വളർച്ചയുടെ ആ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടിട്ടാണ്. വേറെ ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മുന്നേ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വളർച്ചയുടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, വീട്ടിൽ വാർത്ത വെച്ചേക്കാം കേട്ടോ. അമ്മയ്ക്ക് ചെവിക്ക് കുറച്ച് കേൾവിക്കുറവുണ്ട്, അമ്മ ഭയങ്കരമായിട്ട് സൗണ്ട് വെക്കും, അതാ. അപ്പോൾ ഡോക്ടറോട് ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ്സ് ആയതിന് ശേഷവും ഒരു 2 വീക്സ് കഴിഞ്ഞിട്ടാണ് ബേബി ഫോം ആയത്, അതുകൊണ്ടിട്ടാണ് ഇത്രയൊരു ഡിഫറൻസ് കാണിക്കുന്നത് അന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആദ്യം എൻ്റെ ഇത് 4-ാമത്തെ 5-ാമത്തെ എങ്ങനെ ഡോക്ടറാണ് കേട്ടോ. അപ്പം
ആദ്യത്തെ ഡോക്ടറെ കണ്ടപ്പം ഇത് കണക്ക് 1 വീക്കിന് ഡിഫറൻസ് വന്നപ്പോഴത്തേന് കുഞ്ഞിന് ഇത് കുറവാണ്, വളർച്ചക്കുറവാണ് എന്ന് പറഞ്ഞിട്ട് കുറേ മെഡിസിൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അത് രണ്ടാമത് ഞാൻ എൻ്റെ കാശിയുടെ സമയത്തുള്ള ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല, ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി ഫോം ആയത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്, അതുകൊണ്ടിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇനി ഇത് കൊണ്ടുപോയി ഡോക്ടറെ ഇന്ന് വൈകുന്നേരം പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം പോയിട്ട് ഡോക്ടറെ ഇത് കാണിക്കുമ്പോൾ അറിയാം ഏതാകും എന്നുള്ള കാര്യം. ഞാനിത് വേറെ കുഴപ്പമൊന്നും കാണൂല, എന്നാലും ചെറിയൊരു ടെൻഷനുണ്ട്. ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ. വേറെ പ്രശ്നമൊന്നും ഇതിനകത്തൊന്നും ഞാൻ സ്കാനിങ് റിപ്പോർട്ട് നോക്കിയിട്ട് വേറെ പ്രശ്നമൊന്നും കാണിക്കുന്നില്ല. കുഴപ്പമില്ലായിരിക്കും എന്ന് ഞാൻ അനുമാനിക്കുന്നു, എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ. ഫസ്റ്റ് ഇത് കണക്കായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ആദ്യമേ എന്തായാലും ഒരു 5 മാസം വരെ ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം കൺഫേം പറഞ്ഞിട്ടില്ലായിരുന്നു. പറയാത്തതിൻ്റെ റീസൺ ഇതായിരുന്നു, ബേബിക്ക് ചെറിയ വളർച്ചക്കുറവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെല്ലാം ആദ്യമേ വന്ന് പറഞ്ഞതിന് ശേഷം നീ പറഞ്ഞിട്ടല്ലേ എന്നും പറഞ്ഞുകൊണ്ടിട്ട് അത് കേൾക്കേണ്ടി വരും. അതുകൊണ്ടിട്ടാണ് ഞാൻ ആദ്യമേ പറയാണ്ടിരുന്നത്. ഇതിപ്പം ലാസ്റ്റ് സ്റ്റേജ് ആവാറാവുമ്പോഴും അങ്ങനൊരു ഇത് കാണിക്കുന്നതുകൊണ്ടുള്ളൊരു ചെറിയ ടെൻഷനുണ്ട്. എനിക്കറിയത്തില്ല, കുഴപ്പമൊന്നും ഇല്ലാതിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് വേണ്ടിയിട്ട് കൂടെ പ്രാർത്ഥിക്കണം കേട്ടോ. എനിക്കറിയത്തില്ല, ഞാൻ ഈ പറഞ്ഞ കണക്ക് ഡോക്ടറെ കണ്ട് കൺഫേം ചെയ്താൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും എന്താണ് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ശരി, ഞാൻ പോട്ടെ. ബേബി അവിടെ അലമ്പ് കാണിക്കുന്നുണ്ട്. കാശി ഇത്രയും നേരം ഇരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് അത് കഴിഞ്ഞുകൊണ്ടിട്ട് തന്നെ ഞാൻ ദേവിനെ അവളങ്ങ് നേരെ കോളേജിൽ പോകുന്നത്. ഞാൻ വെച്ചൊരു 10-11 ആയിട്ട് എവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ 9:15 ആയപ്പോഴത്തേന് സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ പിന്നെ എന്നെ വന്നിട്ട് ബസ് കയറ്റി. ഞാൻ ഇവിടുന്ന് ഓട്ടോ വിളിച്ചപ്പോഴത്തേന് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു, വണ്ടിക്ക് പണി കണക്കാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വെച്ച് ഇനിയിപ്പോൾ അവിടെ നിന്ന് ബസ്സിന് പോരാന്ന്. ഇവിടെ നിന്ന് വണ്ടി വന്ന് പിന്നെ അത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്യണം, ഭയങ്കര മെനക്കേടാണ്. അതുകൊണ്ടിട്ട് ഞാൻ വെച്ച് ബസ്സിൽ പോരാന്ന്. അങ്ങനെ പിന്നെ ബസ്സിൽ വന്നിട്ട് അഞ്ചാലമ്മൂട്ടിൽ വന്നിട്ട് എനിക്ക് കൊറിയർ അയക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ 2 കൊറിയറും അയച്ചിട്ടുണ്ട്. ഇനി പിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ഇപ്പോൾ വീട്ടിലെത്തിയുള്ളൂ. ബേബിക്ക് ഞാൻ വരുന്ന വഴിക്ക് കൊല്ലാത്തത് സ്ട്രോബെറി മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. എല്ലാം കൊള്ളൂലാണ്. ദേവി അന്നേരം പറഞ്ഞു ഇത് കൊള്ളൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു. ബേബിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ്, അത് ഞാൻ കൊടുത്തു. ഇനി ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ശരി, അപ്പോൾ ടെൻഷൻ അതാ.